സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ മറ്റ് പല പ്രത്യേകതകളും മുമ്പ് കേട്ട് മനസ്സിലാക്കിയതിലുപരി നമുക്കറിയാം, ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. അതുപോലെ ചരിത്രപ്രസിദ്ധമായ പല സംഭവങ്ങൾക്കും ഇസ്ലാമിക വിജയത്തിനൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ള മാസം കൂടിയാണ് റമദാൻ. അതുകൊണ്ടാണ് ഈ മാസത്തെ യൗമുൽ ഫുർഖാൻ, ഈ മാസത്തിലുള്ള ഒരു ദിവസത്തെ യൗമുൽ ഫുർഖാൻ അല്ലാഹു തആല വിശേഷിപ്പിച്ചിട്ടുണ്ട്. അൽ ഫുർഖാനായ ഗ്രന്ഥം അഥവാ വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു പേരാണല്ലോ അൽ ഫുർഖാൻ. സത്യത്തെയും അസത്യത്തെയും വിവച്ഛേദിച്ച് ഹക്കും ബാത്തിലും ജനങ്ങളെ പഠിപ്പിക്കുന്ന സത്യഗ്രന്ഥം, അതാണ് അൽ ഫുർഖാൻ. അതുപോലെ റമദാനിലെ 17ാമത്തെ ദിവസത്തെ അല്ലാഹു തആല യൗമുൽ ഫുർഖാൻ, യൗമുൽ തഖൽ ജംആൻ, രണ്ട് സൈന്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയ സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ഒരു ദിവസമായിട്ട് അല്ലാഹു തആല അതിനെ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ചരിത്രപ്രസിദ്ധമായ ബദർ യുദ്ധം നടന്നിട്ടുള്ളത്, ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്നതുകൊണ്ട് തന്നെയാണ് അതിന് ബദർ യുദ്ധം എന്ന് പറയുന്നത്. എല്ലാവരും മുസ്ലിങ്ങൾക്കൊക്കെ ഈ ഒരു യുദ്ധം സുപരിചിതമാണ്. കാരണം അത്ര നല്ല മുസ്ലിങ്ങൾക്കിടയിൽ പോലും ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ അവർക്കറിയാം. മുസ്ലിങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്ന അവരുടെ ചരിത്ര പ്രധാനമായ ഒരു സംഭവമാണ്. എന്നാൽ മറ്റു പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, എങ്കിലും ഇത് ചരിത്ര പ്രധാനമാണ്. ഇസ്ലാമിക വിജയത്തിന്റെ വളർച്ചയുടെ നാഴികക്കല്ലായി തീർന്ന പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരെയും സമൂഹത്തിൽ എടുത്ത് കാണിച്ചു കൊടുത്ത ഇസ്ലാമിന്റെ യശസ് ഉയർന്ന ഒരു ദിവസമായിരുന്നു അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർക്കും സഹാബത്തിനും വളരെ കുറഞ്ഞ സംഘത്തിന് വിജയം നൽകിയ ഒരു ദിവസമാണത്. നാടുകടത്തപ്പെട്ട ഒരു ജനവിഭാഗം മുഹാജിറുകൾ, 60ഓളം വരുന്ന മുഹാജിറുകൾ, അല്ലെങ്കിൽ നാട്ടിൽ നിന്നും ശത്രുക്കളുടെ പീഡനം സഹിക്കവയ്യാതെ നാട് വിടേണ്ടി വന്നവർ, അവരാണ് മുഹാജിറുകൾ. അവരും അവരെ സ്വീകരിച്ച 240-ലധികം വരുന്ന അൻസാരികളായ മദീനക്കാരായ സ്വഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 300-ൽ സിൽവാനും സ്വഹാബാക്കളും 1000-ലധികം വരുന്ന സർവായുധരായ സംഘത്തെ നേരിട്ട് അവരോട് യുദ്ധം ചെയ്ത് വിജയിച്ചു. എന്നാൽ അല്ലാഹു തആല വിജയം നൽകി, അല്ലാഹു സഹായിച്ചു. ഇതാണ് ചരിത്രം. ഒരു അത്ഭുതമാണത്. കാരണം കുറഞ്ഞ ആളുകൾ വലിയൊരു സംഖ്യ ജനത്തെ യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തുക, അത് ഇന്നത്തെ പോലെ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചൊന്നുമല്ല. അവരുടെ കയ്യിലുള്ള വാളും കുന്തും തുടങ്ങിയ പുരാതന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെക്കാൾ മികച്ച ആയുധങ്ങളും ഒട്ടകവും കുതിരയും കരുത്തന്മാരുമായ എണ്ണം കൊണ്ടും ബലം കൊണ്ടൊക്കെ മികച്ച ഒരു സംഖ്യ ഒരു ജനത്തെ വളരെ ദയനീയമായി പരാജയപ്പെടുത്തുക. അവരിൽ 70ഓളം പേർ ആളുകൾ കൊല്ലപ്പെടുക, 70ഓളം പേർ ബന്ദികളാക്കപ്പെട്ടു. അങ്ങനെ വലിയൊരു വിജയം കിട്ടി മുസ്ലിമീങ്ങൾക്ക്. സഹോദരങ്ങൾ, അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടേണ്ട ഗുണപാഠങ്ങൾ ആ ചരിത്രം വിശുദ്ധ ഖുർആനിലും ഹദീസിലൂടെയൊക്കെ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചതിൽ ഏറെ ഗുണപാഠങ്ങളുണ്ട്. അത് കിട്ടേണ്ടതുണ്ട് നമുക്ക്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ച, അതിനുവേണ്ടി സത്യസന്ധത കാണിച്ച ആളുകൾക്ക് ലഭിച്ചതാണ് വിജയം. ശത്രുക്കളുടെ മേൽ എന്നും വിശ്വാസികൾ വിജയിച്ചുകൊണ്ടേയിരിക്കും, എല്ലാ നിലയ്ക്കും. അത് സായുധമായ സംഘടന മാത്രമല്ല, ആശയപരമായി. പക്ഷേ വിശ്വാസി സമൂഹം അവർ സത്യത്തിൽ ഉറച്ചു നിൽക്കണം. അവർ അള്ളാഹുവിനോട് സിദ്ഖുള്ളവരാകണം, സത്യസന്ധതയുള്ളവരാകണം. എങ്കിൽ അല്ലാഹു തആല അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും, ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇതാണ് ബദറിന്റെ സന്ദേശം എന്ന് പറയുന്നത്. പ്രധാനം തൗഹീദുള്ള ആളുകൾ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിനെ അംഗീകരിച്ച വിശ്വസിച്ച ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടും. സഹായം എപ്പോഴാണ് നഷ്ടപ്പെടുക? അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അള്ളാഹുവിന്റെ കരം അവനെടുത്ത് മാറ്റും.
അതാണ് ബദറൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഓർമ്മപ്പെടുത്തിയത് വലഖദ് നസറകുമുല്ലാഹു ബിബദ്രി. ബദർ എന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾ അല്ലാഹു സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ വളരെ ചെറിയൊരു വിഭാഗമായിരുന്നപ്പോൾ. വലഖദ് നസറകുമുല്ലാഹു ബിബദ്രി വഅൻതും അദില്ല. നിങ്ങളൊരു ന്യൂനപക്ഷം അല്ലെങ്കിൽ ദുർബലരായ ഒരു വിഭാഗമായിരുന്നപ്പോൾ അല്ലാഹു തആല സഹായിച്ചു. തീർച്ചയായും നമ്മൾ ദുർബലരായിരുന്നു. ആ ദുർബലത അത് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ ബദറിൽ നടന്നിട്ടുണ്ട്. പ്രവാചകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അഹങ്കാരം കൊണ്ടും ധാർഷ്ട്യം കൊണ്ട് നേടിയെടുത്ത വിജയമല്ല, ഭൗതികമായ വിഭവങ്ങൾ കൊണ്ട് നേടിയെടുത്തല്ല, മറിച്ച് അല്ലാഹുവിലുള്ള വിശ്വാസവും തവക്കുലും പ്രതീക്ഷയും പ്രാർത്ഥനയും അതിലൂടെ നേടിയെടുത്തായിരുന്നു വിജയം. നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ നടക്കുന്നതിൻ്റെ മുമ്പ് അവിടുന്ന് ഇരു കൈകൾ ഉയർത്തി അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇരു കൈകളും കക്ഷത്തിലെ വെളുപ്പ് വെളിവാകുമാറ് ഇരു കൈകളും വാനിലേക്ക് ഉയർത്തി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൽ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് റസൂൽ പറഞ്ഞത്, അല്ലാഹുമ്മ ഇൻ തുദ്രിക് ഹാദിഹിൽ അൻസാബ. അല്ലാഹു ഈ ഒരു കൊച്ചു സംഘത്തെ നീ പരാജയപ്പെടുത്തുകയാണെങ്കിൽ നീ പിന്നെ ആരാധിക്കപ്പെടില്ല. കാരണം നീ ആരാധിക്കപ്പെടണമെങ്കിൽ ഈ സൈന്യം വിജയിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിവിൽ നിന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞു. അങ്ങനെയാണ്. കാരണം ഭൂമുഖത്ത് വിശ്വാസികളില്ല. ബദറിൽ പങ്കെടുത്തവരും ബാക്കി ശേഷിക്കുന്ന മദീനക്കാരുമാണ്. ബദറിലെ ബദരീങ്ങൾ അന്ന് പരാജയപ്പെട്ടാൽ പിന്നെ മദീനക്കാരെ പരാജയപ്പെടുത്തുക, പ്രവാചകൻ എന്ന നേതൃത്വമില്ലാതെ മറ്റു വിശ്വാസികളെ വകവരുത്തുക അവർക്ക് എളുപ്പം. പിന്നെ മുസ്ലിം സമൂഹം ഈ ഭൂമുഖത്ത് ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ സമൂഹം ഈ ഒരു സൈന്യം നശിച്ചാൽ പിന്നെ നീ ആരാധിക്കപ്പെടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സഹായിച്ചതാണ്, അല്ലാഹു വിജയം നൽകിയതാണ്. ആ രണ്ട് സൈന്യത്തെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് ഹാദാനി ഖസ്മാനി ഇഖ്തസമൂ ഫീ റബ്ബിഹിം. തങ്ങളുടെ റബ്ബിന്റെ വിഷയത്തിൽ തർക്കിച്ച രണ്ട് സൈന്യമാണ്. ഒരു സൈന്യം വാദിക്കുന്നത് വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുനാ വ മഅബൂദുനാ ഇലാഹു വാഹിദ് ലാ ശരീക ലഹു. പങ്കുകാരില്ലാത്ത ഏകനായ റബ്ബാണവൻ, അവന് മാത്രമേ ആരാധന പാടുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പ്രഖ്യാപിച്ചവരാണ് ഒരു ടീം. മറ്റേ ടീമാകട്ടെ അള്ളാഹുവിനൊപ്പം പങ്കുകാരെ ചേർത്തവർ. ഇവരാണ് അല്ലാഹു തആല പറഞ്ഞത് ഹാദാനി ഖസ്മാനി ഇഖ്തസമൂ ഫീ റബ്ബിഹിം. ഒന്ന് അവിശ്വാസത്തിൻ്റെതാണ്, മറ്റൊന്ന് ശിർക്കിൻ്റെതാണ്. അങ്ങനെയുള്ള രണ്ട് സൈന്യങ്ങൾ തമ്മിലാണ് അവിടെ ഏറ്റുമുട്ടിയത്. അവസാനം അവിശ്വാസികൾക്ക് ലഭിക്കുന്നത് എന്താണ്? അല്ലാഹു തആല പറഞ്ഞു ഫല്ലദീന കഫറൂ ഖുത്തിഅത് ലഹും സിയാബുൻ മിൻ നാർ. അവർക്ക് നാളെയുടെ ലോകത്ത് ലഭിക്കാനുള്ളത് വസ്ത്രം കണക്കെ അഗ്നി കീറി മുറിച്ചുകൊണ്ട് അവർക്ക് അണിയിക്കപ്പെടും എന്നാണ്. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. അവരുടെ തലകളിലൂടെ തിളച്ചു മറിയുന്ന ചുട്ടുപൊള്ളുന്ന വെള്ളം അവരുടെ തലകളിലൂടെ ചൊരിയപ്പെടും. അങ്ങനെ വിവിധങ്ങളായ ശിക്ഷകൾ അല്ലാഹു തആല പറഞ്ഞു. അത് അവിശ്വാസികൾക്ക് നാളെ ലഭിക്കാനുള്ളതാണ്. പക്ഷെ അതിനു മുമ്പ് ദുനിയാവിൽ തന്നെ ചില ശിക്ഷാ നടപടികൾ അല്ലാഹു തആല സത്യനിഷേധികൾക്ക് നൽകി, പ്രവാചകനെ എതിരിട്ട് നിന്നവർക്ക് നൽകി. അതാണ് ബദറിൽ സംഭവിച്ചത്. നിന്ദ്യമായ പരാജയം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന പ്രതീക്ഷ അത്ര മികച്ചതായിരുന്നു, സൂചിപ്പിച്ചുവല്ലോ. ആ പ്രാർത്ഥനയിൽ തോളിൽ കിടന്ന തട്ടം അത് താഴെ വീണു. ആ പ്രാർത്ഥനയുടെ ഊക്ക് കണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മനോവിഷമമുണ്ടായി. അദ്ദേഹം അതെടുത്ത് തോളിലിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് കഫാക മുനാശദതക ലിറബ്ബിക. നിങ്ങളുടെ റബ്ബിനോട് നടത്തിയ സംഭാഷണം അതിനി മതി. കാരണം ഇന്ന റബ്ബക സയുൻജിസുക മാ വഅദക. അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയത് അവൻ നടപ്പിലാക്കും, തീർച്ചയാണ്. അതൊരു ആശ്വാസപ്പെടുത്തലാണ്. ആ കൂടെ ഉണ്ടായിരുന്ന ബദരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബദരീകളിലെ മുമ്പ് അദ്ദേഹം ആശ്വസിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാക്കുകൾ പ്രവാചകർക്ക് വീണ്ടും കരുത്തായി. അതുമാത്രമല്ല, അവിടെ പങ്കെടുത്ത സർവവും സമർപ്പിച്ച സഹാബാക്കളുടെ വാക്കുകൾ കരുത്തായിരുന്നു, ബലമായിരുന്നു. അവരിൽ ചിലർ പറഞ്ഞു അൽ മിഖ്ദാദ് ബിൻ അസ്വദ്. ബദറിന്റെ ചരിത്രം വായിക്കുമ്പോൾ പ്രസിദ്ധമായ വാക്കുകളാണ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്. അദ്ദേഹം പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, നിങ്ങൾ കൽപ്പിച്ചുകൊള്ളുക. ലാ നഖൂലു കമാ ഖാലത് ബനു ഇസ്രായീല ലിമൂസ. ബനു ഇസ്രായേലിയർ മൂസ നബിയോട് പറഞ്ഞ നന്ദികേട് ഞങ്ങൾ പറയില്ല. എന്താണ് അവർ പറഞ്ഞത്? ഇദ്ഹബ് അൻത വ റബ്ബുക ഫഖാതില ഇന്ന ഹൗന ഖാഇദുൻ. മൂസ, നീ നിന്റെ റബ്ബും കൂടെ പോയി യുദ്ധം ചെയ്തോ. എന്താണെന്ന് വെച്ചാൽ അവിടെ ഞങ്ങളായിക്കോട്ടെ, നിങ്ങളിവിടെ ഇരുന്നോളാം. എന്നിട്ട് വിജയമൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അവിടേക്ക് വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ചോളാം എന്ന് പറഞ്ഞു.
അതൊരു പരിഹാസം കലർന്ന പറച്ചിലാണ്. പ്രവാചകരെ സമയത്ത് കൈവഴിയുക, സഹായിക്കേണ്ട പ്രവാചകന്മാർ, അതൊരു പരീക്ഷണമാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകന്മാരെ ജീവൻ സമർപ്പിക്കേണ്ടി വന്നാൽ അവരെ സഹായിക്കണം, അതൊരു പരീക്ഷണമാണ്. അവരുടെ മൂസാ നബിയുടെ അസ്ഹാബുകൾ യഹൂദികൾ സമയത്ത് കാലുവരി വഞ്ചിച്ചു. അങ്ങനെയാണ് അവർ പറഞ്ഞത്. ആ വാക്ക് പ്രഖ്യാപനം നബിയെ ഞങ്ങൾ ഒരിക്കലും പറയില്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പം മരണം വരെ പോരാടും. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മറ്റൊരു വാക്ക്, അതും പ്രസിദ്ധമാണ് ചരിത്രത്തിൽ. അദ്ദേഹം പറഞ്ഞത് ഫവല്ലദീ ബഅസക ബിൽ ഹഖ്, താങ്കളെ സത്യവുമായി നിയോഗിച്ച അല്ലാഹു സത്യം, ലവിസ്തഅറബ്ത ബിനാ ഹാദൽ ബഹർ, ഈ സമുദ്രത്തിൽ ഞങ്ങളെയും കൊണ്ട് നിങ്ങൾ ചാടുകയാണെങ്കിൽ ലഹുബ്നാഹു മഅക, ആ സമുദ്രത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ചാടും. റെഡിയാണ്. പ്രവാചകരെ നിങ്ങൾ എന്ത് കൽപ്പിക്കുന്നു, ആ ആഴക്കടലിലേക്ക് എടുത്ത് ചാടാൻ പറഞ്ഞാലും ഞങ്ങൾ ഒരുക്കമാണ്. അതാണ് പൂർണ്ണമായ അനുസരണം, ഇത്തിബ. പ്രവാചക തിരുമേനി അള്ളാഹു അയച്ചത് പിൻപറ്റാനാണ്, അനുസരിക്കാനാണ്. ആ അനുസരണവും സമർപ്പണവുമുള്ള സഹാബാക്കൾ, അവരെല്ലാം ബദറിൽ പങ്കെടുത്തവർ. വെറുതെ കിട്ടിയ വിജയമല്ല. അള്ളാഹുവിനും റസൂലിനെയും അനുസരിക്കാൻ സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായ ഒരു സമൂഹത്തെയാണ് ബദരീങ്ങളെന്ന് വിശേഷിപ്പിച്ചത്. അഹ്ലു ബദർ, ബദറിൽ പങ്കെടുത്തവർ സഹാബാക്കളിലെ മുമ്പന്മാരിൽപ്പെട്ടവരാണ്. സ്വർഗമുണ്ടെന്ന് അവർക്ക് സുവിശേഷം ലഭിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ബദരീങ്ങൾ അവർ സർവവും സമർപ്പിക്കാൻ ഇത്തിബാഅ് കൊണ്ടും അനുസരണം കൊണ്ടും സന്നദ്ധരായപ്പോൾ അള്ളാഹു നൽകിയതാണ് വിജയം. ഇത് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ഇന്ന് ലോകത്ത് മുസ്ലിം സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക്, ശത്രുക്കളുടെ അധിനിവേശത്തിന് നമ്മൾ വിജയം അവർക്കെതിരെ നമുക്ക് വിജയം ലഭിക്കണമെങ്കിൽ നമ്മൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി അനുസരിച്ച് ഇത്തിബാഅ് ചെയ്യണം. ദീനിന് വേണ്ടി സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ അല്ലാഹു തആല തരുന്നതാണ് വിജയവും സഹായവും ഒക്കെ. ശത്രുക്കളെ ദുർബലപ്പെടുത്തും. ശത്രുവിന് അധികാരം കൊടുക്കുന്നവനും റബ്ബ് തന്നെ, അവന്റെ ഔലിയാക്കൾക്ക് സ്വാലിഹീങ്ങൾക്ക് അധികാരം കൊടുക്കുന്നവൻ റബ്ബ് തന്നെ. എന്നാൽ ശത്രുക്കളെ കൊണ്ട് അല്ലാഹു തആല വിശ്വാസികളെ പരീക്ഷിക്കുന്നത് അവരുടെ ദൗർബല്യം കൊണ്ടാണ്, വിശ്വാസ വൈകല്യം കൊണ്ടാണ്. അത് പിടിപ്പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചേ മതിയാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔലിയാക്കളെ കൈവഴിയുകയില്ല എന്നതാണ് സത്യം. അത് ഖുർആനിലൂടെ അല്ലാഹു തആല വാഗ്ദാനം നൽകിയതാണ്. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു ബാധ്യതയാക്കിയ കാര്യമാണ്, ഹഖാണ്. ആ ഹഖ് അല്ലാഹു തആല പാലിക്കും. അത് പാലിച്ചതാണ് ബദറിൽ നമ്മൾ കണ്ടത്. അവരെ മുഹാജിറുകളായിരുന്ന സഹാബികളെ മക്കയിൽ പീഡിപ്പിച്ച പല ആളുകളെയും ദുനിയാവിൽ വെച്ച് തന്നെ നമ്മൾ നിന്ദിച്ചു. അതാണ് കറുത്ത അടിമയായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിച്ചിരുന്ന ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന വ്യക്തിയെ ബിലാൽ റളിയല്ലാഹു അൻഹുവിലൂടെ തന്നെ കൊലപ്പെടുത്തി ബദറിൽ. അത്രത്തോളം പീഡിപ്പിച്ചിരുന്നു, ദ്രോഹിച്ചിരുന്നു. അതികായനായ ശരീര വലിപ്പമുള്ള, അകാര വലിപ്പമുള്ള വ്യക്തിയാണ് ഉമയ്യത്ത് ബിൻ ഖലഫ്. അയാളുടെ അടിമയായിരുന്നു മക്കയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ അബൂബക്കർ റളിയല്ലാഹു വലിയ വില കൊടുത്ത് മോചിപ്പിച്ചത്, വലിയ വില കൊടുത്ത്. അദ്ദേഹം വിശ്വാസിയായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചു എന്ന പേരിൽ ധാരാളം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. പിന്നീട് ബദറിൽ കണ്ടു. ബദറിൽ ഉമയ്യത്ത് പങ്കെടുത്തത് അദ്ദേഹം കണ്ടു. അൻസാറുകളെ അറിയിച്ചു, ഉമയ്യത്ത് രക്ഷപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന സഹാബി അദ്ദേഹത്തിന് സംരക്ഷണം വാഗ്ദാനം ചെയ്തിരുന്നു, ബദറിൽ നിന്ന് നോക്കണം. പക്ഷെ ആ സംരക്ഷണം പരിഗണിച്ചില്ല. ചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണാൻ കഴിയും. ഉമയ്യത്ത് ബിൻ ഖലഫിനെ രക്ഷിക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് മുകളിൽ കയറി കിടന്നതാണ്. അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഉള്ളത് കൊണ്ട് ബിലാലും സംഘം ഒന്നും ചെയ്യരുതെന്ന് വിചാരിച്ചു. പക്ഷെ അവർ അടിയിൽ നിന്നും അദ്ദേഹത്തെ കുത്തി വീഴ്ത്തി വധിച്ചു എന്നാണ്. ഉമയ്യത്തിന് അറിയിക്കുന്ന നിന്ദ്യത കിട്ടി. അപ്പോൾ കുഫർ, റഅസുൽ കുഫർ എന്നറിയപ്പെട്ട അവിശ്വാസത്തിന്റെ ഹെഡായിരുന്ന അയാൾ അവിടെ നിന്ദിച്ചു, അപമാനിച്ചു. അയാൾ വധിക്കപ്പെട്ടു. അബൂജഹൽ എന്തായി തീർന്നു? അബൂജഹൽ ദാർഷ്ട്യക്കാരനായ പ്രവാചകരുടെ ബദ്ധവൈരിയായ മുസ്ലിമീങ്ങൾ ഒരുപാട് ദ്രോഹിച്ച വ്യക്തി. അയാളും ദുനിയാവിൽ ആഖിറത്തിലെ ശിക്ഷയ്ക്ക് പുറമെ ബദറിൽ തന്നെ അപമാനിക്കപ്പെട്ടു. രണ്ട് ചെറിയ പയ്യന്മാർ, യുവാക്കളാൽ അയാളെ കൊല്ലപ്പെട്ടു. അയാളുടെ അവസ്ഥ എന്തായെന്ന് അറിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞയക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബദറിൽ വീണ് കിടക്കുന്ന ആളുകളെയൊക്കെ നോക്കിയപ്പോൾ അബൂജഹൽ അവിടെ ഉണ്ട്. അവസാനം ശ്വാസം പിടിക്കുന്നുണ്ട്. നീ എൻ്റെ അബൂജഹൽ, എന്തായിരുന്നു നിന്റെ അവസ്ഥ എന്ന് ചോദിച്ചു.
അപ്പം അയാൾ വീണ്ടും പറയുകയാണ്, എൻ്റെ ജനതയിൽ എന്നെ കൊന്നത്, എനിക്ക് പ്രശ്നമില്ല. അയാൾക്ക് ആലോചിച്ച് നോക്കാം, വിശ്വാസത്തിൻ്റെ വേര് എവിടെ മുറഞ്ഞുണ്ടാക്കുന്നു. മരിക്കാൻ കിടക്കുമ്പോഴും പ്രവാചകർക്ക് കിട്ടിയ വിജയത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴും ഈ ചെറിയ സൈന്യം എങ്ങനെ ഞാൻ അടങ്ങുന്ന ഈ വലിയ സംഘത്തെ പരാജയപ്പെടുത്തി ആ ദൃഷ്ടാന്തങ്ങളിലല്ല ചിന്തിക്കുന്നത്. അയാൾ അപ്പോഴും ഞാൻ നാണം കെട്ടിട്ടില്ല, കാരണം അത് മാന്യന്മാരെ സ്വന്തം ജനത കൊന്നു കളയാറുണ്ട്, അതുപോലെ ഞാൻ എന്നെ കൊന്നാണ്, എനിക്ക് പ്രശ്നമില്ല എന്ന് അയാൾ അവസാനം ശ്വാസം വലിക്കുന്ന സമയത്ത് പറഞ്ഞതാണ്. പക്ഷെ എങ്കിലും എന്നെ നേരിട്ട് കുത്തിയത് കർഷകനാണ്, അതിലെനിക്കൊരു വിഷമമാണ് എന്നാണ് അബൂജഹൽ പറഞ്ഞത്. കർഷകർ ഉദ്ദേശിച്ചത് അൻസാരികളാണ്. മുആദ് മുഅവ്വിദ് എന്ന് പറയുന്ന രണ്ട് ചെറിയ ആളുകൾ, അവർക്ക് നബിയോടുണ്ടായിരുന്ന സ്നേഹം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന നേരത്തെ സൂചിപ്പിച്ച സഹാബിയോട് ചോദിച്ചതാണ്, ഇവിടെ ആരാണ് ഈ അബൂജഹൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചിരുന്ന അബൂജഹൽ ആരാണ്? അവർ നിങ്ങൾക്ക് എന്ത് കാര്യം കാണിച്ചത്, ഞങ്ങൾ വകവരുത്തുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബദർ എന്ന യുദ്ധഭൂമിയിൽ ആ രണ്ട് ചെറുപ്പക്കാർ ചേർന്ന് അബൂജഹലിനെ വധിക്കുന്നത്, അയാളെ വെട്ടുന്നത്. നമുക്ക് സഹോദരങ്ങളെ, ഇതാണ് ബദർ യുദ്ധമാണ്. അഹങ്കാരികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലം പരിശാക്കിയത്. ഇത് തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ പ്രവാചകരെ സ്നേഹിക്കുന്നവരും ഈ ദീനിനോട് മഹബത്തുള്ളവരുമായി തീർന്നാലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയം പ്രദാനം ചെയ്യുകയുള്ളൂ. അതാണ് ബദറിൽ നമ്മൾ പഠിക്കേണ്ട പാഠം. ബദർ അഭിമാനിക്കാനുള്ളതാണ് വിശ്വാസി സമൂഹത്തിൽ. ആ ബദർ ഗുണപാഠമായി ഉൾക്കൊള്ളാനുള്ളതാണ്. പക്ഷെ ആ ബദറിൽ ഗുണപാഠമില്ല ആർക്ക്. ബദരീങ്ങൾ എന്തൊന്നിനു വേണ്ടിയാണോ നിലകൊണ്ടത് അതിന് വിരുദ്ധമായ ആശയം സ്വീകരിച്ചവർക്ക്, ശിർക്ക് ഖുറാഫാത്തുകൾ വെച്ച് പുലർത്തുന്നവർക്ക്. തൗഹീദിന് വേണ്ടിയാണ് ബദരീങ്ങൾ പടപുലർത്തിയത്. ശിർക്കിൽ നിലകൊള്ളുന്നവർക്ക് ഒരിക്കലും ബദരീങ്ങളിൽ മാതൃകയില്ല. ബദരീങ്ങൾ തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചത് ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ആ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ബദരീങ്ങളിൽ മാതൃക ഉണ്ടാകും? ബദരീങ്ങൾ നമ്മൾ കണ്ടുവല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഇമാമുൽ ബദരിയീൻ, ബദരീങ്ങളുടെ ഇമാം അവിടെ നിന്നാണല്ലോ. അവിടെ നടങ്ങുന്ന സഹാബാക്കളൊക്കെയും വിളിച്ച് പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോട്. എന്നാൽ ഇന്നത്തെ ജനത ബദരീങ്ങളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ബദരീങ്ങളോട് സഹായം പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ആ ബദരീങ്ങളൊന്നും പഠിപ്പിക്കാത്ത ദീനിൽ ആണ്ട് നടത്തുന്നു. 17-ാം രാവിലെ ആണ്ട് നേർച്ച എല്ലാ വർഷവും റമദാനിൽ നമ്മുടെ ആളുകൾ അനുസ്മരിക്കും. അത് രണ്ടാമത്തെ ശിർക്ക് കഴിഞ്ഞാലുള്ള ബിദ്അത്ത്. ഇത് രണ്ടും ശിർക്കും ബിദ്അത്തും പ്രവാചകരുടെയും ബദരീങ്ങളുടെയും ചര്യയ്ക്ക് വിരുദ്ധം. അത് ചെയ്യുന്നവർക്ക് പ്രവാചകർക്കോ ബദരീങ്ങൾക്കോ ലഭിച്ച സഹായം കിട്ടില്ല, തീർച്ചയാണ്. ശിർക്ക് ബിദ്അത്തുകൾ കൊണ്ട് നടക്കുന്നവർക്ക് കിട്ടില്ല. സഹായം ഉറപ്പായി ലഭിക്കണമെങ്കിൽ അതിനെ ഈ പറഞ്ഞതുപോലെ സുന്നത്തും തൗഹീദും സുന്നത്തും നമ്മൾ മുറുകെ പിടിച്ചേ മതിയാകും. അതുപോലെ ബദരീങ്ങളെ ചീത്ത പറയുന്ന ആളുകൾക്ക് ഒരിക്കലും അവർക്കും ബദറിൽ അഭിമാനിക്കാനില്ല. ബദരീങ്ങൾ അടങ്ങുന്ന സഹാബാക്കളെ ചീത്ത പറയുന്ന ആളുകൾ, അത് ഇസ്ലാമിക ചരിത്രത്തിൽ പണ്ടുകാലം സഹാബാക്കളുടെ കാലം അതിലേക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സൂചിപ്പിച്ചതാണ് അവിടെ വഫാത്താകുന്നതിന് മുമ്പ്, ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സഹാബാക്കളെ നിങ്ങൾ ചീത്ത പറയരുത്. ലൗ അൻഫഖ അഹദുകും മിസ്ല ഉഹുദിൻ ദഹബൻ, ഉഹുദ് മലയ്ക്ക് സമാനമായിക്കൊണ്ട് നിങ്ങളിൽ ഒരാൾ സ്വർണം ദാനധർമ്മം ചെയ്താലും മാ ബലഗ ദാലിക മുദ്ദ അഹദിഹിം വലാ നസീബ, സഹാബാക്കളിൽ ഒരാൾ ചെലവഴിച്ച ഒരു മുദ്ദ് കാരക്ക അല്ലെങ്കിൽ ഗോതമ്പ് അതിൻ്റെ പകുതി പോലും വരികയില്ല. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു കോലനാണ്, 2 കൈകൾ ചേർത്ത് കോരുന്ന അത്രയും സദക്കയുടെ മഹത്വം പോലും നിങ്ങളിൽ ഒരാൾ ഒരു ഉഹുദ് മലയോളം സ്വർണ്ണം ചെലവഴിച്ചാലും വരില്ല. ആ സഹാബാക്കളെ, പ്രത്യേകിച്ച് വിശിഷ്യ ബദരികളെ ചീത്ത പറയുന്നവർക്ക് എങ്ങനെ അഭിമാനം കൊള്ളാൻ കഴിയും? ആലോചിച്ചു നോക്കൂ. ഇന്ന് ലോക സമൂഹത്തിൽ ഇന്നും ചീത്ത പറയുന്ന ആളുകളാണ് ഷിയാക്കൾ. ഷിയാ വിഭാഗം മഹാന്മാരായ സഹാബാക്കളെ ചീത്ത പറയുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു ജനവിഭാഗം, അവരെ ചീത്ത പറയുന്നവർ എങ്ങനെ സ്വന്തം പൂർവികരെ, സലഫുസ് സാലിഹീങ്ങളെ, സദ്വൃത്തരായ സലഫുകളെ, മുൻഗാമികളെ ചീത്ത പറയുന്നവർ അവരെങ്ങനെ വിജയിക്കും? അവരെങ്ങനെ സന്മാർഗത്തിൻ്റെ ആളുകളായി തീരും? ഷിയാ വിഭാഗം വളരെ അങ്ങേയറ്റം വഴിപിഴച്ചവരും അഹ്ലു ബൈത്തിൽപ്പെട്ട പ്രധാനികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനോടൊപ്പം പങ്കു ചേർക്കുന്ന കൊടിയ ശിർക്കിൻ്റെയും അവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും ഒപ്പം സഹാബാക്കളെ തെറി പറയുന്ന ഒരു വിഭാഗം. അവരിൽ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടാൽ നമ്മുടെ സമൂഹത്തിൽ ചില ആളുകൾക്ക് രക്തസാക്ഷി പദവി കൊടുക്കാൻ വലിയ തിടുക്കമാണ്. അതിനുള്ള കാരണം എന്താണ്? അത് സയനിസ്റ്റുകളുമായിട്ട്, സാമ്രാജ്യത്വ ശക്തികളുമായിട്ട് പോരടിച്ചുകൊണ്ടുണ്ട്. മുമ്പ് കൊണ്ടായി ഹസൻ നസ്രുള്ള എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ ഒരു ഷീഇ പ്രചാരകൻ, അതിൻ്റെ നേതാവ് 10,000 കണക്കിന് മുസ്ലിമീങ്ങളെ, സാധാരണ പൊതുജനത്തെ യുദ്ധം ചെയ്യാമെന്നവരോടൊന്നല്ല,
പൊതുജനങ്ങളെ വീട് കയറി മർദ്ദിച്ച് അവരുടെ വീടുകൾക്ക് തീയിട്ട് പിഞ്ചു മക്കളെ പോലും ചുട്ടുകൊന്ന ഒരു കാപാലികൻ മരിച്ചപ്പോൾ രക്തസാക്ഷി. കാരണം അത് ജൂതന്റെ വെടികിട്ടി മരിച്ചതാണ്. ജൂതന്റെ വെടി കിട്ടിയാൽ ആരും പരിശുദ്ധരാകും എന്ന ഒരു തലത്തിലേക്ക് മാറി. ആലോചിച്ചു ഹസൻ നസ്രല്ലാഹ് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഇറാനിൻ്റെ നേതാവ്, അവിടുത്തെ ഭരണാധികാരി. ആശയപരമായ ചർച്ചകൾ പിന്നെ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകൾക്കപ്പുറം ഒരു രക്തസാക്ഷി പദവി നൽകുക എന്ന് പറഞ്ഞാൽ അതൊരു മതപരിവേഷമാണ്. അത് മതപരമായ സർട്ടിഫിക്കറ്റാണ്. അത് കൊടുക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? ഒരാളെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കാൻ? ഷഹീദ്, സലാം യാ ഷഹീദ്, എന്തൊക്കെയാണ് നമ്മുടെ ആളുകൾ അവർക്കറിയില്ല. ഇയാളുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അപമാനിക്കുന്ന, ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ചീത്ത വിളിക്കുന്ന, ആയിഷ റളിയല്ലാഹു അൻഹയെ വ്യഭിചാരിണി എന്ന് മുദ്രയടിക്കുന്ന, ഹഫ്സ റളിയല്ലാഹു അൻഹയെ ലാനത്ത് ചെയ്യുന്ന, ഖുർആനിലെ വചനങ്ങളെ മായ്ച്ചു കളഞ്ഞ, എടുത്തു മാറ്റിയ, അതിൽ വഞ്ചന കാണിച്ചവരെന്ന് ആരോപിക്കുന്ന കൊടിയ ശിർക്കിന്റെ അവിശ്വാസത്തിന്റെ അത് ഒരു സാധാരണക്കാരനല്ല, ഷീ വിഭാഗത്തിലെ പണ്ഡിതനാണ്. അയാൾക്ക് ഗ്രന്ഥരചനകളുണ്ട്. വിലായത്തുൽ ഫഖീഹ് എന്ന അർത്ഥത്തിൽ പണ്ഡിതന്റെ ഭരണമാണ് അവിടെ നടക്കുന്നത്. അവരിൽ ശരിക്കും ഖിലാഫത്ത് ഇല്ല, ആർക്കുമില്ല. അത് അഹ്ലു ബൈത്തിലുള്ളവർക്കേ പാടുള്ളൂ. അഹ്ലു ബൈത്ത് ഇല്ലാത്തത് കൊണ്ട് ഷിയാക്കളിലെ പണ്ഡിതൻ അഹ്ലു ബൈത്തിലെ ഇമാമ് വരുന്നത് വരെ അവരെ ഏകോപിപ്പിക്കാൻ നടത്തുന്ന ഒരു താൽക്കാലിക ഭരണ സംവിധാനമാണത്. അവരുടെ വിശ്വാസപ്രകാരം ഇമാം മുഹമ്മദ് ബിൻ ഹസൻ അൽ അസ്കരി എന്ന് പറയുന്ന ആളാണ് 12ാമത്തെ ഇമാം. അദ്ദേഹം ഒരു വനവാസത്തിലാണ്, ഗുഹയിൽ മറഞ്ഞിരിക്കുകയാണ്. അന്ത്യനാളിന് മുമ്പായി വരും. അവർ വിശ്വസിക്കുന്ന മഹദി അതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ പറയുന്ന മഹദി അല്ല. അങ്ങനെ ഒരു മനുഷ്യൻ വരാനുണ്ട് എന്നാണ് അവർ പറയുക. അയാൾ വന്ന് ആദ്യം ചെയ്യുന്ന പരിപാടി വിശുദ്ധ മദീനയിൽ ചെന്ന് പ്രവാചകരുടെ സമീപത്ത് മറമാടപ്പെട്ട് കിടക്കുന്ന അബൂബക്കർ, ഉമർ തുടങ്ങിയ 2 മഹാന്മാരുടെ കബറുകളെ കുത്തിപ്പൊളിക്കും. അവിടെ നിന്ന് ശേഷിക്കുന്ന അവശിഷ്ടങ്ങളെയൊക്കെ നീക്കും. വിശുദ്ധ മദീനയെ ശുദ്ധീകരിക്കുമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഖബർ തൽസ്ഥാനത്ത് സ്ഥാപിക്കും എന്ന് പറയുന്നവർ, ആ ശവകുടീരം കൊണ്ട് ആരാധന നടത്തും എന്ന് പറയുന്ന ആളുകൾ, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണ്. അവർക്ക് രക്തസാക്ഷി നൽകി. മാത്രമല്ല വേറൊരു അത്ഭുതം, സയനിസ്റ്റുകളെ എന്തുകൊണ്ടാണോ വെറുക്കുന്നത് അതേ പ്രവർത്തനം ചെയ്യുന്നവരാണ് ഇവർ. എന്നിട്ട് രക്തസാക്ഷി പദവി നൽകുന്നു. ഞാൻ സൂചിപ്പിച്ചല്ലോ, ബദരീങ്ങൾ അടങ്ങുന്ന സഹാബത്തിന് ചീത്ത പറയുന്നതോടൊപ്പം മുസ്ലിം പൊതുസമൂഹത്തെ അരുംകൊല ചെയ്ത ഒരു ജനവിഭാഗമാണ്. ഇറാൻ എന്ന ഒരു രാഷ്ട്രത്തിന്റെ വളർച്ചയും അതിന്റെ വിപ്ലവവും എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇന്ന് രക്തസാക്ഷി പദവി കൊടുക്കുന്ന ആളുകളുടെ ഔദ്യോഗിക പത്രങ്ങളിലും അവരുടെ പ്രസിദ്ധീകരണങ്ങളിലും തന്നെ അന്ന് എഴുതിയിട്ടുണ്ട്. ഷിയാക്കളുടെ പിന്നെ അരുംകൊലയ്ക്കെതിരെ വിമർശിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതിയവർ ഇന്ന് രക്തസാക്ഷി പദവി നൽകിയാണ്. വിരോധാഭാസമാണ്. സഹോദരങ്ങളെ സൂചിപ്പിച്ചൊന്നും മാത്രം ഒരിക്കലും അവർക്കൊന്നും ബദരീങ്ങളുടെ വിഷയത്തിൽ അഭിമാനിക്കാൻ വകയില്ല. അത് ബദരീങ്ങളെ സ്നേഹിച്ച് അവരുടെ മാർഗം സ്വീകരിച്ചവർക്കാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, അത്തരം കാര്യങ്ങൾ നടക്കുന്ന ഒരു പൊതു തത്വം, ശത്രുവിന്റെ ശത്രു മിത്രം എന്ന അർത്ഥത്തിൽ സയനിസ്റ്റുകളുമായി പൊരുതുന്ന ആള് അത് പിന്നെ നമ്മുടെ ആളാണ്, ആ രക്തസാക്ഷിയാണ്. അങ്ങനെയുണ്ടോ സഹോദരങ്ങൾ? യുദ്ധമില്ലാതിരിക്കുക, മുസ്ലിം നാടുകൾക്ക് സമാധാനം കിട്ടുക, അത് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. വിശ്വാസികൾക്ക് സമാധാനം കിട്ടട്ടെ, ദുഷ്ടന്മാർ നശിക്കട്ടെ. ദുഷ്ടന്മാർ അവർ ദുഷ്ടത്തനവും അവരുടെ അക്രമവും കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കും. അതുകൊണ്ട് ദുഷ്ടന്മാർ നശിക്കട്ടെ, ഇത് നമ്മൾ ആഗ്രഹിക്കാം. വിശ്വാസികൾക്കും പിന്നെ പൊതുജനങ്ങൾക്കും സമാധാനം ലഭിക്കട്ടെ. ഇതിനു വേണ്ടിയാണ് നമ്മൾ പ്രത്യാശിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന് വിവേകവും പക്വതയും പ്രദാനം ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബിയിനാ മുഹമ്മദ്. സവാരങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് മരുന്ന് ജീവിക്കണമെന്ന് ഒരാവർത്തി കൂടി ഓർമ്മപ്പെടുത്തുക. സ്വഹാബാക്കളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. സ്വഹാബാക്കളോട് വെറുപ്പ് തോന്നുക എന്ന് പറഞ്ഞാൽ അത് അവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ബദരീങ്ങൾ അടങ്ങുന്ന സ്വഹാബാക്കളെ അങ്ങേയറ്റം സ്നേഹിക്കണമെന്നാണ്. നമ്മുടെ വരും തലമുറകൾക്ക് നമ്മൾ ലോക ചരിത്രം പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ ഇസ്ലാമിക ചരിത്രം നമ്മൾ സ്നേഹിക്കേണ്ട, മാതൃകയാക്കേണ്ട നമ്മുടെ പ്രിയപ്പെട്ട സ്വഹാബാക്കൾ. ആദ്യം പ്രവാചക ചരിത്രം, ഒപ്പം പ്രവാചക ചരിത്രം വായിക്കുമ്പോൾ സഹാബാക്കളെ വായിക്കാതെ പ്രവാചക ചരിത്രം വായിക്കാൻ കഴിയില്ല. പ്രവാചകരെ അറിയണമെങ്കിൽ ആ സഹാബാക്കളെ അറിയണം. പ്രവാചകരുടെ ഹദീസ് അറിയണമെങ്കിൽ അത് പറഞ്ഞു തന്നൊരു സഹാബി ഉണ്ടാകും. അവരൊക്കെ നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിക്കണം. സഹാബാക്കളോട് വെറുപ്പ് തോന്നിയാൽ അത് അവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്. സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ വചനം അല്ലാഹു തആല മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹ്മാഉ ബൈനഹും.
പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നടന്ന അല്ലാഹുവിൻ്റെ റസൂലാണ്. കൂടെയുള്ള സഹാബാക്കൾ അവർ അവിശ്വാസികളോട് കഠിന നിലപാടെടുക്കുന്നവരും എന്നാൽ വിശ്വാസികളോട് വളരെ കാരുണ്യത്തോടുകൂടി സഹായിക്കുന്നവരാണ്. അവരെ വിശേഷിപ്പിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു തആല സൂചിപ്പിച്ചത് യഗീബ ബിഹിമുൽ കുഫാർ, സത്യനിഷേധികളെ അവിശ്വാസികളെ ദേഷ്യം പിടിപ്പിക്കാനാണ് സഹാബാക്കളെ അല്ലാഹു തആല ഉയർത്തിക്കൊണ്ടുള്ളത്. യഗീബ ബിഹിമുൽ കുഫാർ, അവിശ്വാസികളെ രോഷം പിടിപ്പിക്കാൻ. ഇനി പറയും സഹാബാക്കളോട് വെറുപ്പ് തോന്നുന്നവൻ ആരാണ്? അല്ലാഹു തആല പറഞ്ഞ യഗീബ ബിഹിമുൽ കുഫാർ, അവിശ്വാസികൾക്ക് അവരുടെ മനസ്സിൽ ഇവരെ കുറിച്ച് ദേഷ്യമുണ്ടാക്കണം. അപ്പൊ സഹാബിയെ കുറിച്ച് ദേഷ്യമുണ്ടാകുന്നവൻ ആരാണ്? അല്ലാഹു തആല തന്നെ പറഞ്ഞത്. അത് നമുക്ക് ബോധ്യമുണ്ടാക്കണം. സഹാബാക്കളെ, അതും സമുന്നതരായ നേതാക്കൾ. ഒരു സഹാബി പിന്നെ നബിയൊന്നുമല്ല. ചിലപ്പോൾ ചില പ്രവർത്തനങ്ങളിൽ കാഴ്ചപ്പാടുകളിൽ തെറ്റുണ്ടാകും. പക്ഷെ അഹ്ലുസുന്നത്തി വൽ ജമാഅയ്ക്ക് ചില നിലപാടുകളുണ്ട്. സഹാബികൾക്ക് തെറ്റുപറ്റിയാൽ ആ തെറ്റിനെ സമീപിക്കേണ്ട രീതി, അവർ ചെയ്ത നന്മയ്ക്കും സേവനങ്ങൾക്കും മുന്നിൽ ചിലപ്പോൾ അവരിൽ വന്നുപോയൊരു തെറ്റുണ്ടല്ലോ. സമുദ്രത്തിൽ ഒരു തുള്ളി മഷി കലർത്തിയാൽ എങ്ങനെ ഉണ്ടാകും, അതുപോലെ അത് നിഷ്ഫലമായി പോകും, നിഷ്പ്രമമായി പോകും, അതിന് അർത്ഥം ഉണ്ടാകും. കാരണം അവർ ചെയ്ത നന്മയുടെ വലിപ്പം അത്ര വലുതാണ്. ധാരാളം നന്മ ചെയ്ത ആളുകൾക്ക് ചെറിയ ചരിതങ്ങൾ ജീവിതത്തിൽ വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ സ്വഹാബത്താണ്, ദീനിന് ഖിദ്മത്ത് ചെയ്തവരാണ്, ഈ അർത്ഥത്തിലൊക്കെ മാപ്പ് കൊടുക്കും. അത് പറഞ്ഞ് നാവിനെ ദുഷിപ്പിച്ച രാഗിയെ ശപിച്ച ആളുകൾ, അവരുടെ അവസ്ഥയാണ് കഷ്ടമായി തീരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അവസാനമായി ഒരു വാക്ക്, ബദരീങ്ങളെ നമ്മൾ സ്നേഹിക്കുകയും ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിൽ എത്തുകയും ചെയ്യണമെങ്കിൽ അവരുടെ പാത പിന്തുടർന്നേ മതിയാണ്. തൗഹീദിന് വിരുദ്ധമാകുന്ന യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടാം. ഇതര മതവിശ്വാസികളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും അതൊക്കെ കടമെടുത്ത് അതുപോലെ ആചരിക്കുന്ന രീതി നമുക്കൊരിക്കലും വന്നുകൂടാം. നമ്മൾ ഒരു ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കുന്നത്. വിവിധ മതസ്ഥർ അവരുടെ വിശ്വാസവും ആചാരങ്ങളുമായി ജീവിക്കുന്നു. അതിനെ അനുകരിക്കാനോ അതുപോലെ പകർത്തുവാനോ അതിനോടൊപ്പം പ്രവർത്തിക്കുവാനോ ഒരു മുസ്ലിമിനെ പാടില്ല. നമുക്ക് നമ്മുടെ വിശ്വാസം, ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ മതം അതിലേക്ക് വിട്ടേക്കുക. എനിക്ക് എൻ്റെ മതം, അതിന് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കലർത്തില്ല. എൻ്റെ മതത്തെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി ലയിപ്പിക്കുകയും ഇല്ല. ശരിക്കും ആ ആയത്ത് താക്കീതിൻ്റെ വചനമാണ്. ചില ആളുകൾ നിനക്ക് നിൻ്റെ മതം, എനിക്ക് എൻ്റെ മതം, മതം മനസ്സിലുണ്ടായാൽ മതി, അപ്പം നമുക്ക് പിന്നെ ഒരുമിച്ച് ചെയ്യാം എന്നാണ്. അത് ഇസ്ലാമിലില്ല. പ്രത്യേകിച്ച് പണ്ഡിതന്മാർ നിർവഹിക്കേണ്ട ദൗത്യമാണ് ആളുകൾക്ക് വിശ്വാസത്തിൽ അതിൻ്റെ വ്യതിരിക്തത തെളിയിച്ച് കാണിക്കുക എന്നുള്ളത്. ഒരിക്കലും സത്യവിശ്വാസവും നമ്മൾ അവിശ്വാസമായി കാണുന്ന ഏകദൈവ ആരാധനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളും ഒരിക്കലും സമന്വയിപ്പിക്കാൻ നമുക്ക് പാടുള്ളതല്ല. ഇവിടെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു വലിയ ഉത്സവം കഴിഞ്ഞുപോയി, വിശുദ്ധ റമദാനിൽ. പരിശുദ്ധ മിമ്പറിൽ പ്രവാചകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു പുരോഹിതൻ ജനങ്ങൾക്ക് തൗഹീദിന്റെ സന്ദേശം പറഞ്ഞു കൊടുക്കേണ്ട ഇസ്ലാമിക ശബ്ദം അവിടെ അതിൻ്റെ സന്ദേശം കിട്ടേണ്ട മിമ്പറിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, എല്ലാവരും വിശുദ്ധ റമദാനിൽ പള്ളികളും വീടുകളും അവരുടെ ആഘോഷത്തിനായി ഉത്സവത്തിനായി തുറന്നു കൊടുക്കണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ആരെങ്കിലും നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ സൗകര്യം ഏർപ്പെടുത്തി തരണം എന്ന അവകാശം ഉന്നയിക്കാറുണ്ടോ? അതിനാഹ്വാനം ചെയ്യാറുണ്ടോ? ഒരിക്കലുമില്ല. ഒരു മുസ്ലിം വിശ്വസിക്കുന്നത് അന്നൽ മസാജിദില്ല ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളികൾ അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. അവിടെ അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇതര മതവിശ്വാസികളുടെ ആഘോഷം നടത്താൻ വേണ്ടി സൗകര്യം ഒരുക്കി കൊടുക്കുക, അവരെ സ്വീകരിക്കുക, എന്തെല്ലാം പ്രഖ്യാപനമാണത്? ഇതൊരു മുസ്ലിമിന് എങ്ങനെ പറയാൻ കഴിയും? അതും ഒരു മതം പഠിച്ച വ്യക്തിക്ക്. സുബ്ഹാനല്ലാഹ്, വലിയ ഉന്മാനുണ്ട്. അത്തരക്കാരോട് ഓർമ്മപ്പെടുത്താനുള്ള ഒരു വചനം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, യഹ്മിലു ഔസാറഹും കാമിലത യൗമൽ ഖിയാമ, അവരുടെ പാപഭാരങ്ങൾ അവർ പൂർണ്ണമായി വഹിക്കേണ്ടി വരും. എന്നിട്ട് അല്ലാഹു തആല നിർത്തിയില്ല, വമിൻ ഔസാരിൽ ലദീന യുദില്ലൂനഹും ബിഗൈരി ഇൽം, വിവരമില്ലാതെ മറ്റുള്ളവരെ വഴിപിഴപ്പിച്ച അതിൻ്റെ പാപഭാരവും ഏറ്റെടുക്കണം. പൊതുജനങ്ങളെ വഞ്ചിച്ച അവരെ വഴിപിഴപ്പിച്ചതിൻ്റെ പാപഭാരവും ഇത്തരം ആളുകൾ ഏറ്റെടുക്കണം. നമുക്ക് നമ്മുടെ ദീനം, നമ്മുടെ ആദർശവും വിശ്വസിക്കാൻ, അത് പ്രചരിപ്പിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഇതര മതസ്ഥർക്കും അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഒരു അന്യ മതസ്ഥൻ നമ്മളോട് വന്ന് വെള്ളം ചോദിച്ചാൽ വെള്ളം കൊടുക്കരുതെന്നും ഒരു ദീൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അവൻ വിശന്ന് വലഞ്ഞ് കൈ നീട്ടിയാൽ അവൻ്റെ മുന്നിൽ ഭക്ഷണം കൊടുക്കരുതെന്നും നമ്മുടെ ദീൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല.
പക്ഷെ ഒരു മതാഘോഷവുമായി ബന്ധപ്പെട്ട് വരുന്നവനെ അവൻ്റെ ആഘോഷങ്ങൾക്ക് വേണ്ടി, അവൻ്റെ വിശ്വാസത്തിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഭവനം, അതിൻ്റെ പരിസരം തുറന്നു കൊടുക്കുക, അത് സ്വീകരിക്കുക എന്നൊരു ദീനിൻ്റെ ഖാഇദ സ്ഥാപിച്ചു കൊടുക്കുന്നത്, ഈ ഉമ്മത്തിനെ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തു വലിയ വിവരദോഷികളായ പണ്ഡിതന്മാരാണത്, സമൂഹത്തെ വഴിപഠിപ്പിക്കുന്നവർ. നൗദുബില്ലാ, ഈ പണ്ഡിതന്മാരെ കുറിച്ചാണ് പ്രമാണങ്ങൾ താക്കീത് വന്നിട്ടുള്ളത്. സല്ലത്തുൽ ആലിം സല്ലത്തുൽ ആലം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഒരു അറിവുള്ളവൻ്റെ ഇടവൻ അവൻ പിഴയ്ക്കുന്നത് ലോകത്തിൻ്റെ പിഴവാണ്. മുഴുവൻ ആളുകളും അയാളെ പിൻപറ്റി പിഴച്ചു പോയാൽ ഇതിൻ്റെയൊക്കെ സമാധാനം കുറ്റം പേറേണ്ടി വരില്ല. നൗദുബില്ലാ. സഹോദരങ്ങളെ, ഞങ്ങളെപ്പോലുള്ളവർ ഇതിൻ്റെ ബാധ്യത നിർവഹിക്കുന്നു. ഇത് നമ്മുടെ ദീനിയായ ഉത്തരവാദിത്തമാണ്. ഇത്തരം കാര്യങ്ങൾ ഉദ്ബോധിപ്പിച്ചില്ലെങ്കിൽ നമ്മളും കുറ്റക്കാരുമാകും എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതൊക്കെ മീൻപറിലും കിട്ടുന്ന അവസരങ്ങളിൽ ഉപയോഗപ്പെടുത്തി പറയുന്നത്. സഹോദരങ്ങൾ, നമ്മളെ ദീൻ നമ്മൾ പാലിക്കുക. ആരെയും സുഖിപ്പിക്കാൻ വേണ്ടി, ഒരു മതസ്ഥരെയും ഇത് പിന്നെ മറ്റു സമുദായത്തെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ആദർശം പണയം വെക്കേണ്ട ഒരു കാര്യമില്ല. അതാരെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അല്ലാഹു തആല പറഞ്ഞത് യഹൂദരും നസാറാക്കളും, ഇനി മറ്റു വിശ്വാസികളും ഇതേ നിയമത്തിൽ തന്നെയാണ്. അവരാരും വിശ്വാസികളെ നിങ്ങളെക്കുറിച്ച് തൃപ്തിപ്പെടില്ല, നിങ്ങൾ അവരുടെ മാർഗം പിൻപറ്റുന്നത് വരെ. മുഅ്മിനായി കൊണ്ട് പറ്റില്ല. ഇനിയിപ്പോൾ ഇന്നൊരു കാലത്ത് പറയും പിന്നെ ബഹുസ്വരതയ്ക്ക് എതിരാണ് ബാങ്ക് വിളിക്കുന്നത്, നമ്മൾ ബാങ്ക് ഒഴിവാക്കണം, നമ്മൾ താടി വെക്കുന്നത്, നമ്മൾ പള്ളിയിൽ പോകുന്നത്, ഇതൊക്കെ പിന്നെ അതിനൊക്കെ മിസ്സിലാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനം ഉപേക്ഷിക്കണം. അപ്പോൾ ഇത്തരം പുരോഹിതന്മാർ ചെയ്യുന്നത് എന്താണ്? ഈ സമൂഹത്തിൽ ബഹുസ്വരത കാത്തു സൂക്ഷിക്കുന്ന, സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന നമ്മളെപ്പോലെയുള്ള ആളുകൾ. എന്നാൽ മതവിശ്വാസം നമുക്ക് കൂട്ടിക്കലർത്താൻ കഴിയില്ല. അത് എൻ്റെ വിശ്വാസമാണ്, അള്ളാഹുവിൻ്റെ ഭവനം, അള്ളാഹുവിനെ ആരാധിക്കാനുള്ളതാണ്. ഇത് പറയുന്ന ആളുകൾ മത തീവ്ര മൗലികവാദികളും ഇതുപോലെയുള്ള മതലയനവും ആദർശം പാപ്പരത്വമുള്ള ആളുകൾ പറയുന്ന പിന്നെ പണ്ഡിത വേഷധാരികൾ, അവർ മത സൗഹാർദ്ദത്തിൻ്റെ ആളുകളുമായി വലസും. ഇതാണ് ഉണ്ടാവുക അതിൻ്റെ റിസൾട്ട്. നമുക്ക് പിന്നെ ദീന് പറയാൻ കഴിയില്ല. നഊദുബില്ലാ. വലിയ അപകടമാണ് ഈ പുരോഹിതന്മാരെ തിരിച്ചറിയുക, അവരെ ബഹിഷ്കരിക്കുക, അവരിൽ നിന്ന് ജനങ്ങളെ താക്കീതുന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ശബ്ദത്തിൽ നിന്ന് നമ്മെ, നമ്മുടെ ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്ന എല്ലാ വീഴ്ചകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കുമാറാകട്ടെ. ഉമ്മത്തിൻ്റെ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പെടുന്ന മുസ്ലിം ജനതയ്ക്ക് അല്ലാഹു സഹായം വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ.